ഹരിശ്രീ ഗണപതേ നമ. വിഘ്നമസ്തു. ശ്രീ ഗുരുഭ്യോ നമ. സാനന്ദരൂപം സകലപ്രബോധമാനന്ദദാനാമൃതപാരിജാതം മാനുഷ്യപത്മേഷു രവിസ്വരൂപം പ്രണമ്യ തുഞ്ചത്തെഴുമാര്യപാദം. മഹാരാജാവ് ദശരഥൻ നാട് നീങ്ങിയ ഭാഗമാണ് ഇന്നലെ നാം വായിച്ചു നിർത്തിയത്. നാരീജന വിലാപത്തോടെ ഈ അധ്യായം ആരംഭിക്കുന്നു. ദുഃഖിച്ചു രാജനാരീജനവും പുനരൊക്കവാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. വക്ഷസി താടിച്ചു കേഴുന്ന ഘോഷങ്ങൾ തൽക്ഷണം കേട്ടു വസിഷ്ഠ മുനീന്ദ്രനും. മന്ത്രികളോടുഴറി സസംഭ്രമമന്തപ്പുരമകം പുക്കരുളി ചെയ്തു. തൈലമയദ്രോണി തന്നിലാക്കൂ ധരാപാലകൻ തന്നുടൽ കേടുവന്നിടായ്വാൻ എന്നരുൾ ചെയ്തു ദൂതന്മാരെയും വിളിച്ചിന്നു തന്നെ നിങ്ങൾ വേഗേന പോകണം. വേഗമേറിയിടും കുതിരയേറിച്ചെന്നു കേകയ രാജ്യമകമ്പുക്കു ചൊല്ലുക. മാതുലനായ യുധാജിത്തിനോടിനി ഏതുമേ കാലം കളയാതയക്കണം. ശത്രുഘ്നനോടും ഭരതനെ എന്നതിവിദ്രുതം ചെന്നു ചൊൽകെന്നയച്ചിടിനാൻ. സത്വരം കേകയ രാജ്യമകമ്പുക്കു നത്വായുധാജിത്തിനോടു ചൊല്ലിടിനാർ. കേൾക്ക നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ. ശത്രുഘ്നനോടും ഭരതനെ ഏതുമേ വൈകാതയോധ്യക്കയക്കെന്നു ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകെന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും ഏതാനുമങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും ഭ്രാതാവിനാകിലും. എന്തകപ്പെട്ടതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടുമയോധ്യാപുരിപുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ബോധവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം. തേജോവിഹീനം അകമ്പുക്കിതു ചെന്നു രാജഗേഹം രാമലക്ഷ്മണവർജിതം. തത്ര കൈകേയിയെ കണ്ടു കുമാരന്മാർ ഭക്ത്യാ നമസ്കരിച്ചിടിനാരന്തികെ. പുത്രനെ കണ്ടു സന്തോഷേണ മാതാവുമുധായ ഗാഢമാലിംഗ്യ മടിയിൽ വെച്ചുത്തമാങ്കേ മുകർന്നാശു ചോദിച്ചിതു ഭദ്രമല്ലീ മൽക്കുലത്തിങ്കലൊക്കവേ. മാതാവിനും പിതൃഭ്രാതൃജനങ്ങൾക്കുമേതുമേ ദുഃഖമില്ലല്ലീ പറക നീ. ഇത്തരം കൈകേയി ചൊന്ന നേരത്തതിനുത്തരമാശു ഭരതനും ചൊല്ലിനാൻ. ഖേദമുണ്ടച്ഛനെ കാണാഞ്ഞെനിക്കുള്ളിൽ താതനെവിടെ വസിക്കുന്നു മാതാവേ. മാതാവിനോടു പിരിഞ്ഞു രഹസി ഞാൻ താതനെ പണ്ടു കാൺമീലൊരു നാളുമേ. ഇപ്പോൾ ഭവതി താനേ വസിക്കുന്നതെന്തുൾപ്പൂവിലുണ്ടുമേ താപവും ഭീതിയും. മൽപിതാവെങ്ങോ പറകെന്നതു കേട്ടു തൽപ്രിയമാശു കൈകേയിയും ചൊല്ലിനാൾ. എൻ മകനെന്തു ദുഃഖിപ്പാൻ അവകാശം നിന്മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ. അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർഗതി ലഭിച്ചിടിനാൻ ത്വൽപിതാവെന്നു കേട്ടോരു ഭരതനും. ക്ഷോണീതലേ ദുഃഖവിഹ്വലചിത്തനായി വീണു വിലാപം തുടങ്ങിനാനെത്രയും. ഹാ താത ദുഃഖസമുദ്രേ നിയുജ്യമാമേതൊരു ദിക്കിനു പോയിതു ഭൂപതേ. എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നുടെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു പിതാവേ ഗുണനിധേ. ഞങ്ങൾക്കുമാരുടെയോരിനി ദൈവമേ പുത്രനീ വണ്ണം കരയുന്നതു നേരം. ഉത്ഥാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക ദുഃഖേന. കിം ഫലമീശ്വരകൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും ഖേദപരവശാ ചേതസാ ചോദിച്ചു. ഏതാനുമൊന്നു പറഞ്ഞതില്ല മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ. ഹാ രാമ രാമകുമാര സീതേ മമ
ശ്രീരാമലക്ഷ്മണ രാമ 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 സീതേ ജനകസുതേതി പുനരാതുരനായി വിലപിച്ചു മരിച്ചിതു. താതനെന്നതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനത എന്തയ്യോ. താതൻ മരിക്കുന്ന നേരത്തു രാമനും സീതയും സൗമിത്രിയുമരീകത്തില്ലേ എന്നതു കേട്ടു കൈകേയിയും ചൊല്ലിനാൾ. മന്നവൻ രാമൻ അഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണമെന്നു പറഞ്ഞഭിഷേകം മുടക്കിയൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ, 2 വരം മമ തന്നു തവ പിതാ. പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകെന്നു മറ്റതും. ഭൂമിപൻ തന്നോടു കാലമർത്ഥിച്ചേൻ സത്യപാരായണനായ നരപതി. പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായച്ചിടിനാൻ. ജാനകീദേവി പാതിവ്രത്യ മാലംബ്യ ഭർത്തൃസംഗമിച്ചിടിനാളാശു സൗമിത്രിയും ഭ്രാതാവിനോടു കൂടെ പോയാൻ. താതനവരെ നിനച്ചു വിലപിച്ചു ഖേദേന രാമരാമേതി ദേവാലയം പൂക്കാനറിയുന്നു. മാതൃവാക്യം കേട്ടു ദുഃഖിച്ചു ഭൂമിയിൽ വീണു ഭരതനും. മോഹം കലർന്ന നേരത്തു കൈകേയിയുമാഹന്ത ശോകത്തിനെന്തൊരു കാരണം. രാജ്യം നിനക്കു സംപ്രാപ്തമായി വന്നിതു, പൂജ്യനായി വാഴ്ക ചാപല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം. ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മയെന്നാധി പൂണ്ടിടിനാൻ. കണ്ടു നിന്നോർകളും ഭർത്താവിനെ കൊന്ന പാപേ മഹാഘോരേ. നിസ്ത്രപേ നിർദ്ദയേ ദുഷ്ടേ നിശാചരി. നിന്നുടെ ഗർഭത്തിലുത്ഭവിച്ചേനൊരു പുണ്യമില്ലാതെ മഹാപാപി ഞാനഹോ. നിന്നോടുരിയാടരുതിനി ഞാൻ ചെന്നു വന്നിയിൽ വീണു മരിപ്പനല്ലായികിലോ. കാളകൂടം കുടിച്ചിടുവനല്ലായികിൽ വാളെടുത്താശു കഴുത്തറുത്തിയിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം. ദുഷ്ടേ ഭയങ്കരീ. ഘോരമായുള്ള കുംഭീപാകമാകിയ നാരകം തന്നിൽ വസിക്കുമിതുമൂലം. ഇത്തരം മാതരം ഭർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം പൂക്കാൻ. പാതേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർനീടിനാൾ. കണ്ണുനീരോടും മെലിഞ്ഞതി ദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതെൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം. ശ്രീരാമനും അനുജാതനും സീതയും ചീരാംബരജടാധാരികളായി വനം പ്രാപിച്ചിതെന്നെയും ദുഃഖാംബുരാശിയിൽ താപേന മഗ്നയാക്കിയിടിനാർ നിർദ്ദയം. ഹാ രാമ രാമ രഘുവംശനായക നാരായണ പരമാത്മൻ ജഗൽപദേ. നാഥ ഭഗവാൻ മമ നന്ദനായി വന്നു ജാതനായിടിനാൻ. കേവലമെങ്കിലും ദുഃഖമെന്നെ പിരിയുന്നീലൊരിക്കലും. ഉൾക്കാമ്പിലോർത്താൽ വിധിബലമാം തുലോം. ഇത്തം കരയുന്ന മാതാവു തന്നെയും നത്വാ ഭരതനും ദുഃഖേന ചൊല്ലിനാൻ. ആതുരമാനസയാകായികിതുകൊണ്ടു മാതാവു ഞാൻ പറയുന്നതു കേൾക്കണം. രാഘവരാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവു മാതാവേ. ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ. ഞാനറിഞ്ഞത്രേയതെങ്കിലോ മാതാവേ. ബ്രഹ്മഹത്യാശതജാതമാം പാപവുമമ്മേ ഭുജിക്കുന്നതുണ്ടു ഞാൻ നിർണയം. ബ്രഹ്മാത്മജനാം വസിഷ്ഠമുനിയെയും ധർമ്മധാരങ്ങളരുന്ധതി തന്നെയും ഖഡ്ഗേന നിഗ്രഹിച്ചാലുള്ള പാപവും ഒക്കെ അനുഭവിച്ചിടുന്നതുണ്ടു ഞാൻ. ഇങ്ങനെ നാനാശപഥങ്ങളും ചെയ്തു തിങ്ങിന ദുഃഖം കലർന്നു ഭരതനും. കേഴുന്ന നേരം ജനനിയും ചൊല്ലിനാൾ.
ദോഷം നിനക്കേതുമില്ലെന്നറിഞ്ഞു ഞാൻ. ഇത്തം പറഞ്ഞു പുണർന്നു ഗാഢം ഗാഢം ഉത്തമാങ്കേ മുകർന്നാളതു കണ്ടവർ ഒക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാരക്കഥ കേട്ടു. വസിഷ്ഠമുനീന്ദ്രനും മന്ത്രിജനത്തോടു മൻപോടെഴുന്നള്ളി സന്താപമോടു തൊഴുതു ഭരതനും രോദനം കണ്ടരുൾ ചെയ്തു വസിഷ്ഠനും ഖേദം മതി മതി കേളിതു കേവലം. വൃദ്ധൻ ദശരഥനായ രാജാധിപൻ സത്യപരാക്രമൻ വിജ്ഞാനവീര്യവാൻ മർത്യസുഖങ്ങളാം രാജഭോഗങ്ങളും ഭുക്ത്വാ യഥാവിധി യജ്ഞങ്ങളും കൃത്വാ ബഹുധന ദക്ഷിണയും മുദാ ദത്വാ ത്രിവിഷ്ടപം ഗത്വാ യഥാസുഖം ലബ്ധ്വാ പുരന്ദരാർദ്ധാസനം ദുർലഭം വൃത്രാരിമുഖ്യാ ത്രിദശൗഘവന്ദ്യനായാനന്ദമോടിരിക്കുന്നതിതെന്തു നീയാനനം താഴ്ത്തി നേത്രാംബു തൂകിയിടുന്നു. ശുദ്ധനാത്മാ ജന്മനാശാദിവർജിതൻ നിത്യൻ നിരുപമനവ്യയനദ്വയൻ സത്യസ്വരൂപൻ സകല ജഗന്മയൻ മൃത്യുജന്മാദിവിഹീനൻ ജഗൽക്കാരണൻ. ദേഹമത്യാർത്ഥം ജഡം ക്ഷണഭംഗുരം മോഹൈകകാരണം മുക്തിവിരോധകം ശുദ്ധിവിഹീനം പവിത്രമല്ലൊട്ടുമേ ചിത്തേ വിചാരിച്ചു കണ്ടാരൊരിക്കലും. ദുഃഖിപ്പതിന്നവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുദശാത്മനാം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതമായാലതി മൂഢരായുള്ളവർ മാറത്തലച്ചു തൊഴിച്ചു മുറവിളിച്ചേറെ തളർന്നു മോഹിച്ചു വീണിടുവോർ നിസ്സാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ. തത്ര സൗഖ്യം വരുത്തിയിടുവാൻ നല്ലതു നിത്യമായുള്ളൊരു ശാന്തി അറിക നീ. ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വരും നിർണയം. ആർക്കും തടുക്കരുതാതൊരവസ്ഥയെന്നോർക്കണമെല്ലാം സ്വകർമ്മവശഗതം തത്വമറിഞ്ഞുള്ള വിദ്വാനൊരിക്കലും പുത്രമിത്രാർത്ഥകളത്രാദി വസ്തുന വേർപെടുന്നേരവും ദുഃഖമില്ലേതുമേ സോപതേമെന്നാൽ സുഖവുമില്ലേതുമേ. ബ്രഹ്മാണ്ഡകോടികൾ നഷ്ടങ്ങളായതും ബ്രഹ്മണാ സൃഷ്ടങ്ങളായതും പാർക്കിലോ സംഖ്യയില്ലാതോളമുണ്ടിതെന്നാൽ ക്ഷണഭംഗുരമായുള്ള ജീവിതകാലത്തിൽ എന്തൊരാസ്ഥാ മഹാജ്ഞാനിനാമുള്ളതും. ബന്ധമെന്തീ ദേഹദേഹികൾക്കെന്നതും ചിന്തിച്ചുമായ ഗുണവൈഭവങ്ങളും അന്തർമുദാ കണ്ടവർക്കെന്തു സംഭ്രമം. കമ്പിതപത്രാഗ്ര ലഗ്നാംബുബിന്ദുവൽ സമ്പതിച്ചിടുമായുസ്സതിനശ്വരം പ്രാക്തനദേഹസ്ഥകർമ്മണാ പിന്നെയും പ്രാപ്തമാം ദേഹിക്കു ദേഹം പുനരപി. ജീർണവസ്ത്രങ്ങൾ ഉപേക്ഷിച്ചു ദേഹികൾ പൂർണ്ണശോഭം നവ വസ്ത്രങ്ങൾ കൊള്ളുന്നു. ജീർണദേഹങ്ങളവണ്ണം ഉപേക്ഷിച്ചു പൂർണ്ണശോഭം നവദേഹങ്ങൾ കൊള്ളുന്നു. കാലചക്രത്തിൻ ഭ്രമണവേഗത്തിനു മൂലമിക്കർമ്മഭേദങ്ങൾ അറിക നീ. ദുഃഖത്തിനെന്തൊരു കാരണം ചൊല്ലൂ നീ മുഖ്യജനമതം കേൾക്ക ഞാൻ ചൊല്ലുവൻ. ആത്മാവിനില്ല ജനനം മരണവും ആത്മനി ചിന്തിക്ക ഷഡ്ഭാവവുമില്ല. നിത്യനാനന്ദസ്വരൂപൻ നിരാകുലൻ സത്യരൂപൻ സകലേശ്വരൻ ശാശ്വതൻ ബുദ്ധ്യാദിസാക്ഷി സർവാത്മാ സനാതനൻ അദ്വയനേകൻ പരൻ പരമൻ ശിവൻ. ഇത്തമനാരദം ചിന്തിച്ചു ചിന്തിച്ചു ചിത്തേ ദൃഢമായറിഞ്ഞു ദുഃഖങ്ങളും ത്വക്താ തുടങ്ങിയിടുക കർമ്മസമൂഹവും
സത്വരമേതും വിഷാദമുണ്ടാകുല. സംസ്കാരകർമ്മം. ശ്രുത്വാ ഗുരുവചനം നൃപനന്ദനൻ കൃത്വാ യഥാവിധി സംസ്കാരകർമ്മവും മിത്രഭൃത്യാമാത്യ സോദരോപാധ്യായ യുക്തനായോരു ഭരതകുമാരനും താതശരീരമെണ്ണത്തോണി തന്നിൽ നിന്ന് ആദരപൂർവമെടുത്തു നീരാടിച്ചു ദിവ്യാംബരാഭരണാലേപനങ്ങളാൽ സർവാംഗമെല്ലാം അലങ്കരിച്ചിടിനാൻ. അഗ്നിഹോത്രാഗ്നി തന്നാൽ അഗ്നിഹോത്രിയെ സംസ്കരിക്കും വണ്ണമാചാര്യ സംയുതം ദത്വാ തിലോദകം 12 വാസരേ ഭക്ത്യാ കഴിച്ചിതു പിണ്ടവുമാദരാൽ. വേദപാരായണന്മാരാം ദ്വിജാവലിക്കോദന ഗോധന ഗ്രാമരത്നാംബര ഭൂഷണലോപേന താംബൂലകൂപങ്ങൾ ഘോഷേണദാനവും ചെയ്തു സസോദരം. വീണു നമസ്കരിച്ചാശീർവചനമാദാനവും ചെയ്തു വിശുദ്ധനായി മേവിനാൻ. ജാനകി ലക്ഷ്മണ സംയുക്തനായുടൻ കാനനം പ്രാപിച്ച രാജകുമാരനെ മനസ്സേ ചിന്തിച്ചനുദിനം മാനവവീരനായോരു ഭരതനും സാനുജനായി വസിച്ചിടിനാനദിനം നാനാസുഹൃജ്ജനത്തോടും അനാകുലം. തത്ര വസിഷ്ഠമുനീന്ദ്രൻ മുനികുലസത്തമന്മാരുമായി വന്നു സഭാന്തികേ. അർണോരുഹാസന സന്നിഭനാം മുനി സ്വർണാസനേ മരുവീടിനാനാദരാൽ. ശത്രുഘ്ന സംയുക്തനായ ഭരതനെ തത്ര വരുത്തിയ നേരമവർകളും മന്ത്രികളോടും പുരവാസികളോടും അന്തരാനന്ദം വളർന്നു മരുവിനാൻ. കുമ്പിട്ടു നിന്ന ഭരതകുമാരനോടംഭോജ സംഭവ നന്ദനൻ ചൊല്ലിനാൻ. ദേശകാലോചിതമായുള്ള വാക്കുകൾ ദേശികനായ ഞാനാശു ചൊല്ലിയിടുവൻ. സത്യസന്ധൻ തവ താതൻ ദശരഥൻ പൃഥ്വീതലം നിനക്കദ്യ നൽകിയിടിനാൻ. പുത്രാഭ്യുദയാർത്ഥമേഷ കൈകേയിക്കുദത്തമായോരു വരദ്വയം കാരണം. മന്ത്രപൂർവമഭിഷേകം നിനക്കു ഞാൻ മന്ത്രികളോടു അൻപോടു ചെയ്തിടുവൻ. രാജ്യമരാജകമാം ഭവാനാലിനി ത്യാജ്യമല്ലെന്നു ധരിക്ക കുമാരനീ. താതനിയോഗമനുഷ്ഠിക്കയും വേണം പാതകമുണ്ടാമതല്ലായികിലേവനും. ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്കു വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്നരുൾ ചെയ്ത വസിഷ്ഠമുനിയോടു നന്നായി തൊഴുതുണർത്തിച്ചു ഭരതനും. ഇന്നടിയെന്നു രാജ്യം കൊണ്ടു കിം ഫലം, മന്നവനാകുന്നതും മമ പൂർവജൻ. ഞങ്ങളവനുടെ കിങ്കരന്മാരത്രേ, നിങ്ങളതെല്ലാം അറിഞ്ഞല്ലോ മേവുന്നു. ശ്രീരാമസന്നിധിയിലേക്കുള്ള ഭരതൻ്റെ യാത്ര. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളീക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതീർക്കാലാൾ കുതിരപ്പടയോടു മാനക ശംഖ പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനി പാലക വൈശ്യ ശൂദ്രാദിയും സാദരമാശു കൈകേയി ഒഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസീതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജഡപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ
ഭുജിച്ചു ഭസീതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജട പൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഇത്തം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നെന്നു ചൊല്ലിടിനാർ. ചിത്തേ നിനക്കു തോന്നിയതദ്ഭുതം, ഉത്തമന്മാരിലത്യുത്തമനല്ലോ നീ. സാധുക്കളേവം പുകഴ്ത്തുന്നതു നേരമാദിത്യദേവൻ ഉദിച്ചു ഭരതനും ശത്രുഘ്നനോടുകൂടെ പുറപ്പെട്ടിതു. തത്ര സുമന്ത്ര നിയോഗേന സൈന്യവും സത്വരം രാമനെ കാൺമാൻ നടന്നിതു. ചിത്തേ നിറഞ്ഞു വഴിഞ്ഞ മോദത്തോടും രാജതാരങ്ങൾ കൗസല്യാദികൾ തഥാ രാജീവനേത്രനെ കാൺമാൻ നടന്നിതു. താപസശ്രേഷ്ഠൻ വസിഷ്ഠനും പത്നിയും താപസ വൃന്ദേന സാഗം പുറപ്പെട്ടു. ഭൂമി പിളർന്നു പൊങ്ങിയിടും പൊടികളും വ്യോമനി ചെന്നു പരന്നു ചമഞ്ഞിതു. രാഘവാലോകനാനന്ദ വിവശരാം ലോകരറിഞ്ഞില്ല മാർഗഖേദങ്ങളും. ശൃംഗിവേരാഖ്യപുരം ചമച്ചിട്ടുടൻ ഗംഗാതടേ ചെന്നിരുന്നു പെരുമ്പട. കേകയപുത്രീ സുതൻ പടയോടുമിങ്ങാഗതനായതു കേട്ടു ഗുഹൻ തഥാ ശങ്കിതമാനസനായി വന്നു തന്നെ കിങ്കരന്മാരോടു ചൊന്നാനതു നേരം. ബാണചാപാദിശസ്ത്രങ്ങളും കൈക്കൊണ്ടു തോണികളൊക്കെ ബന്ധിച്ചു സന്നദ്ധരായി നിൽപ്പിനെല്ലാവരും. ഞാനങ്ങു ചെന്നു കണ്ടിപ്പോൾ വരുന്നതുമുണ്ടു വൈകിടാതെ. അന്തികെ ചെന്നു വന്നിച്ചാൽ അവനുടെ അന്തർഗതം അറിഞ്ഞിടുന്നതുണ്ടല്ലോ. രാഘവനോടു വിരോധത്തിനെങ്കിലോ പോകരുതാരുമിവരിനി നിർണയം. ശുദ്ധമെന്നാകിൽ കടത്തുകയും വേണം പദ്ധതിക്കേതും വിഷാദവും കൂടാതെ. ഇത്തം വിചാരിച്ചുറച്ചു ഗുഹൻ ചെന്നു സത്വരം കാൽക്കൽ നമസ്കരിച്ചിടിനാൻ. നാനാവിധോപായനങ്ങളും കാഴ്ചവച്ചാനന്ദപൂർവം തൊഴുതു നിന്നിടിനാൻ. ചീരാംബരം ഘനശ്യാമം ജടാധരം ശ്രീരാമമന്ത്രം ജപന്തമനാരദം. ധീരം കുമാരം കുമാരോപമം മഹാവീരം രഘുവര സോദരം സാനുജം. മാരസമാന ശരീരം മനോഹരം കാരുണ്യസാഗരം കണ്ടു ഗുഹൻ തഥാ ഭൂമിയിൽ വീണു ഗുഹോഹം. ഇത്യുക്ത്വാ പ്രണാമവും ചെയ്തു ഭരതനും അന്നേരം. ഉത്തോപ്യ ഗാഢമാലിംഗ്യ രഘുനാഥഭക്തം വയസ്യം മനാമയവാക്യവും ഉക്ത്വാ ഗുഹനോടു പിന്നെയും ചൊല്ലിനാൻ. ഉത്തമ പുരുഷോത്തം സരത്നം ഭവാൻ ആലിംഗനം ചെയ്തുവല്ലോ ഭവാനെ ലോകാംബനഭൂതനാകിയ രാഘവൻ. ലക്ഷ്മീ ഭഗവതി ദേവിക്കൊഴിഞ്ഞു സിദ്ധിക്കുമോ മറ്റൊരുവർക്കും അതോർക്ക നീ. ധന്യനാകുന്നിതു നീ ഭുവനത്തിങ്കൽ ഇന്നതിന്നില്ലൊരു സംശയം മത്സഖേ. സോദരനോടും ജനകാത്മജയോടും ഏതൊരിടത്തു നിന്നമ്പോടു കണ്ടിതു രാമനെ നീ. അവനെന്തു പറഞ്ഞതും നീ മുതാ രാമനോടെന്തോന്നു ചൊന്നതും. യാതൊരിടത്തുറങ്ങി രഘുനായകൻ സീതയോടും കൂടി നീ അവിടം മുതാ കാട്ടിത്തരികെന്നു കേട്ടു ഗുഹൻ തഥാ. വട്ടമില്ലാതൊരു സന്തോഷചേതസ ഭക്തൻ ഭരതൻ അത്യുത്തമനെന്നുതൻ ചിത്തേ നിരൂപിച്ചുടൻ നടന്നിടിനാൻ. യത്ര സുപ്തോ നിശിരാഘവൻ സീതയാ തത്ര ഗത്വാ ഗുഹൻ സത്വരം ചൊല്ലിനാൻ. കണ്ടാലുമെങ്കിൽ കുശാസ്ത്രിതം സീതയാ
കൊണ്ടൽ വർണ്ണൻ തൻ മഹാശയനസ്ഥലം കണ്ടു ഭരതനും മുക്തബാഷ്പോദകം തൊണ്ട വിറച്ചു സഗദ്ഗതം ചൊല്ലിനാൻ. ഹാ സുകുമാരീ മനോഹരീ ജാനകി പ്രാസാദമുഗ്നി സുവർണതൽപസ്ഥലേ കോമളസ്നിഗ്ധധവളാംബരാസ്മൃതേ രാമേണ ശേദേ മഹാസുഖം ഹാ കഥം. ശേദകുശമയവിഷ്ടരേ നിഷ്ഠുരേ ഖേദേന സീതാമതിയാഗ്രജന്മന മധോഷകാരണാലെന്നതു ചിന്തിച്ചു വിദേഹമാശു പരിത്യജിച്ചിടുവൻ. കിൽബിലാകാരിണിയായ കൈകേയി തൻ ഗർഭത്തിൽ വന്നു ജനിച്ചൊരു കാരണം ദുഷ്കൃതിയായതി പാപിയാമെന്നെയും ധിക്കരിച്ചിടിനേൻ പിന്നെയും പിന്നെയും. ജന്മസാഫല്യവും വന്നിതനുജനു നിർമ്മലമാനസൻ ഭാഗ്യവാനെത്രയും അഗ്രജൻ തന്നെ പരിചരിച്ചെപ്പോഴും വ്യഗ്രം വനത്തിൽ പോയതവനല്ലോ. ശ്രീരാമദാസദാസന്മാർക്കുദാസനായാരൂഢഭക്തി പൂണ്ടേഷ ഞാനും സദാ നിത്യവും സേവിച്ചു കൊള്ളുവനെന്നാൽ വരും മർത്യജന്മത്തിൻ ഫലമെന്നു നിർണയം. ചൊല്ലു നീ എന്നോടെവിടെ വസതി കൗസല്യാതനയനവിടേക്കു വൈകാതെ ചെന്നു ഞാനിങ്ങു കൂട്ടിക്കൊണ്ടുപോരുവേനെന്നതു കേട്ടു ഗുഹനുമുര ചെയ്താൻ. മംഗലദേവതാവല്ലഭൻ തങ്കലിന്നിങ്ങനെയുള്ളോരു ഭക്തിയുണ്ടാകയാൽ പുണ്യവാന്മാരിൽ വെച്ചഗ്രസേനൻ ഭവാൻ നിർണയമെങ്കിലോ കേൾക്ക മഹാമതേ. ഗംഗാനദി കടന്നാലടുത്തെത്രയും മംഗലമായുള്ള ചിത്രകൂടാചലം തന്നികടെ വസിക്കുന്നിതു സീതയാ തന്നെ സോദരനോടും യഥാസുഖം. ഇത്തം ഗുഹോക്തികൾ കേട്ടു ഭരതനും തത്ര ഗച്ഛാമഹേ ശീഘ്രം പ്രിയസഖേ തർത്തുമാമർത്യതടീനീയ സത്വരം കർത്തുമുദ്യോഗം സമർത്ഥോ ഭവാദ്യ നീ. ശ്രുത്വാ ഭരതവാക്യം ഗുഹൻ സാദരം ഗത്വാ വിഭൂതനദിയെ കടത്തുവാൻ ഭൃത്യജനത്തോടുകൂടെ സസംഭ്രമം വിസ്താരയുക്തം മഹാൽക്ഷേപണീയുതം. അഞ്ജസാകൂലദേശം നിറച്ചിടിനാൻ 500 തോണി വരുത്തി നിരത്തിനാൻ. ഊറ്റമായൊരു തുഴയുമെടുത്തതിൽ ഏറ്റം വലിയൊരു തോണിയിൽ താൻ മുതാ ശത്രുഘ്നനെയും ഭരതനെയും മുനി സത്തമനായ വസിഷ്ഠനെയും തഥാ രാമമാതാവായ കൗസല്യ തന്നെയും വാമശീലാംഗിയാം കൈകേയി തന്നെയും ഉത്തമയാം സുമിത്രാദേവി തന്നെയും പൃഥ്വീശപത്നിമാർ മറ്റുള്ളവരെയും ഭക്ത്യാ തൊഴുതു കരേറ്റി മന്ദം തുഴഞ്ഞസ്തഭീത്യാ കരേറ്റിയിടിനാനാദരാൽ. ഉമ്പർ തടിനിയെ കുമ്പിട്ടനാകുലം മുമ്പേ കടന്നിതു വമ്പടയും തഥാ ശീഘ്രം ഭരദ്വാജതാപസേന്ദ്രാശ്രമം വ്യാഘ്രഗോവൃന്ദപൂർണം വിരോധം വിനാ. സംപ്രാപ്യ സംപ്രീതനായ ഭരതനും വൻപടയൊക്കവേ ദൂരെ നിർത്തിയിടിനാൻ. താനും അനുജനുമായുടജാങ്കണേ സാനന്ദമാവിശ്യ നിന്നോരനന്തരം. ഉജ്ജ്വലന്തം മഹാതേജസാ താപസം വിജ്വരാത്മാനമാസീനം വിധിസമം ദൃഷ്ട്വാ നനാമസാഷ്ടാംഗം സസോദരം പുഷ്ടഭക്ത്യാ ഭരദ്വാജമുനീശ്വരം. ജ്ഞാത്വാ ദശരഥനന്ദനം ബാലകം പ്രീത്യൈവ പൂജയാമാസ മുനീന്ദ്രനും. ഹൃഷ്ടവാചാ കുശലപ്രശ്നവും ചെയ്തു ദൃഷ്ട്വാ തഥാ ജടാവൽക്കലധാരിണം. തുഷ്ടി കലർന്ന് അരുൾ ചെയ്താനിതെന്തടോ കഷ്ടമിക്കോപ്പുപന്നമല്ലൊട്ടുമേ. രാജ്യവും പാലിച്ചു നാനാജനങ്ങളാൽ പൂജ്യനായോരു നീ എന്തിനായിങ്ങനെ വൽക്കലവും ജടയും പൂണ്ടു താപസ മുഖ്യവേഷത്തെ പരിഗ്രഹിച്ചിടുവാൻ. എന്തൊരു കാരണം
വൻപടയോടുമാഹന്ത വനാന്തരെ വന്നതും ചൊല്ലു നീ. ശ്രുത്വാ ഭരദ്വാജവാക്യം ഭരതനു മിഥം മുനിവരൻ തന്നോടു ചൊല്ലിനാൻ. നിന്തിരുവുള്ളത്തിലേറാതെ ലോകത്തിലെന്തൊരു വൃത്താന്തമുള്ളൂ മഹാമുനെ. എങ്കിലും വാസ്തവം ഞാൻ ഉണർത്തിപ്പനി സങ്കടം പോവാൻ അനുഗ്രഹിക്കേണമേ. രാമാഭിഷേക വിഘ്നത്തിനു കാരണം രാമപാദാബ്ജങ്ങളാണേ തപോനിധേ. ഞാനേതുമേയൊന്നറിഞ്ഞീല രാഘവൻ കാനനത്തിനെഴുന്നള്ളുവൻ മൂലവും. കേകയപുത്രിയാമമ്മതൻ വാക്കായ കാകോളവേഗമേ മൂലം അതിനുള്ളൂ. ഇപ്പോൾ അശുദ്ധനോ ഞാനതിൻ ഇപ്പാദപത്മം പ്രമാണം ദയാനിധേ. ശ്രീരാമചന്ദ്രനു ഭൃത്യനായി തൽപാദവാരിജയുഗ്മം ഭജിക്കന്നിയേ മമ. മറ്റുള്ള ഭോഗങ്ങളാലെന്തൊരു ഫലം മറ്റുമിതിനൊഴിഞ്ഞില്ലൊരാകാംക്ഷിതം. ശ്രീരാഘവൻ ചരണാന്തികെ വീണു സംഭാരങ്ങളെല്ലാം അവിടെ സമർപ്പിച്ചു. പൗരവസിഷ്ഠാദികളോടുകൂടവേ ശ്രീരാമചന്ദ്രൻ അഭിഷേകവും ചെയ്തു. രാജ്യത്തിനാശു കൂട്ടിക്കൊണ്ടുപോയിട്ടു പൂജ്യനാം ജ്യേഷ്ഠനെ സേവിച്ചുകൊള്ളുവൻ. ഇങ്ങനെ കേട്ടു ഭരതവാക്യം മുനി മംഗലമാത്മനേവം പുണർന്നിടിനാൻ. ചുംബിച്ചു മൂർധനി സന്തോഷിച്ചരുളിനാൻ. കിം ബഹുനാ വത്സ വൃത്താന്തമൊക്കെ ഞാൻ ജ്ഞാനദൃശ കണ്ടറിഞ്ഞിരിക്കുന്നിതു. മാനസേ ശോകമുണ്ടാകൊല കേൾക്ക നീ ലക്ഷ്മണനേക്കാൾ. നിനക്കേറുമേ ഭക്തി ലക്ഷ്മീപതിയായ രാമങ്കൽ നിർണയം. ഇന്നിനി സൽക്കരിച്ചിടുവൻ നിന്നെ ഞാൻ വന്ന പടയോടുമില്ലൊരു സംശയം. ഊണും കഴിഞ്ഞുറങ്ങിപ്പുലർകാലെ വേണം രഘുനാഥനെ ചെന്നു കൂപ്പുവാൻ. എല്ലാം അരുൾ ചെയ്ത വണ്ണമെനിക്കതിനില്ലൊരു വൈമുഖ്യമെന്നു ഭരതനും കാൽ കഴുകി സമാചമ്യ മുനീന്ദ്രനും ഏകാഗ്രമാനസനായതി വിദ്രുതം. ഹോമഗേഹസ്ഥനായി ധ്യാനവും ചെയ്തിതു കാമസുരഭിയെ തൽക്ഷണേ കാനനം. ദേവേന്ദ്രലോകസമാനനായി വന്നിതു ദേവകളായി ചമഞ്ഞു തരുക്കളും. ദേവവനീതമാരായി ലതകളും ഭാവനാവൈഭവമെത്രയും അത്ഭുതം. ഭക്തഭക്ഷ്യാദിപേയങ്ങൾ ഭോജ്യങ്ങളും ഭുക്തിപ്രസാദനം മറ്റും ബഹുവിധം. ഭോജനശാലകൾ സേനാഗൃഹങ്ങളും രാജഗേഹങ്ങളും എത്ര മനോഹരം. സ്വർണരത്നവ്രാതനിർമ്മിതമൊക്കവേ വർണ്ണിപ്പതിന്നു പണിയുണ്ടനന്തനും. കർമ്മണ ശാസ്ത്രദൃഷ്ടേന വസിഷ്ഠനെ സമോദമോട് പൂജിച്ചിതു മുമ്പിനാൽ. പശ്ചാത്ത സൈന്യം ഭരതം സസോദരം ഇച്ഛാനുരൂപേണ പൂജിച്ചനന്തരം. തൃപ്തരായി തത്ര ഭരദ്വാജമന്ദിരേ സുപ്തരായ രമരാവതീ സന്നിഭേ. ഉദ്ധവും ചെയ്തുഷസി നിയമങ്ങൾ കൃത്വാ ഭരദ്വാജപാദങ്ങൾ കൂപ്പിനാർ. താപസൻ തന്നോടനുജ്ഞയും കൈക്കൊണ്ടു ഭൂപതിനന്ദനന്മാരും പുറപ്പെട്ടു. ചിത്രകൂടാചലം പ്രാപ്യ മഹാബലം തത്ര പാർപ്പിച്ചു ദൂരെ കിഞ്ചിദന്തികേ. മിത്രമായൊരു ഗുഹനും സുമന്ത്രരും ശത്രുഘ്നനും താനുമായി ഭരതനും. ശ്രീരാമ സന്ദർശനാകാംക്ഷയാ മന്ദമാരാഞ്ഞു നാനാ തപോധനമണ്ഡലേ. കാണാഞ്ഞൊരോരോ മുനിവരന്മാരോടു താണു തൊഴുതു ചോദിച്ചു മത്യാദരം. തത്ര വാഴുന്നു രഘൂത്തമനത്ര സൗമിത്രിയോടും മഹീപുത്രിയോടും മുതാ. ഉത്തമനായ ഭരതകുമാരനോടുത്തരം താപസന്മാരും അരുൾ ചെയ്തു. ഉത്തരതീരേ സുരസ്ഥിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തരതീരേ സുരസരിതസ്ഥലേ ചിത്രകൂടാദ്രിതൻ പാർശ്വേ മഹാശ്രമേ. ഉത്തമ പുരുഷൻ വാഴുന്നിതെന്നു കേട്ടെത്രയും കൗതുകത്തോടെ ഭരതനും
തത്രൈവ ചെന്ന നേരത്തു കാണായി വന്നു അത്യുദ്ഭുതമായ രാമചന്ദ്രാശ്രമം. പുഷ്പഫലദല പൂർണ്ണവല്ലീതരു ഷഷ്പരമണീയ കാനനമണ്ഡലേ ആമ്രകദളീബകൂളപനസങ്ങളാമ്രാതകർജുന നാഗപുന്നാഗങ്ങൾ കേരപൂഗങ്ങളും കോവിതാരങ്ങളും എരണ്ട ചെമ്പകാശോകതാലങ്ങളും മാലതീജാതി പ്രമുഖലതാവലിശാലികളായ തമാല സാലങ്ങളും ഭൃംഗാദി നാനാവിഹംഗനാദങ്ങളും തുംഗമാതംഗഭുജംഗ പ്ലവംഗ കുംരംഗാദി നാനാമൃഗവ്രതലീലയും ഭംഗ്യാസമാലോക്യ ദൂരെ ഭരതനും വൃക്ഷാഗ്രസംലഗ്നവൽക്കലാലങ്കൃതം പുഷ്കരാക്ഷാശ്രമം ഭക്ത്യാ വണങ്ങിനാൻ. ഭാഗ്യവാനായ ഭരതനതു നേരം മാർഗരജസി പതിഞ്ഞു കാണായി വന്നു സീതാരഘുനാഥ പാദാരവിന്ദങ്ങൾ നൂതനമായതി ശോഭനം പാവനം. അങ്കുശാബ്ജധ്വജ വജ്രമത്സ്യാദികൾ കൊണ്ടങ്കിതം മംഗലമാനന്ദമഗ്നനായി വീണുരുണ്ടും പിണഞ്ഞും കരഞ്ഞും തഥാ രേണു തന്മൗലിയിൽ കോരിയിട്ടിടിനാൻ. ധന്യോഹമിന്നഹോ ധന്യോഹമിന്നഹോ മുന്നമ്മയാ കൃതം പുണ്യപൂരം പരം ശ്രീരാമപാദപത്മാഞ്ജിതം ഭൂതലമാരാലെനിക്കു കാൺമാനവകാശവും വന്നിതല്ലോ. മുഹുരിപ്പാദ പാംസുക്കൾ അന്വേഷണം ചെയ്തുഴലുന്നിതറ്റവും വേദാവുമീശനും ദേവകദംബവും വേദങ്ങളും നാരദാദി മുനികളും ഇത്തമോർത്തത്ഭുത പ്രേമരസാംപ്ലുത ചിത്തനായാനന്ദ ബാഷ്പകുലാക്ഷനായി മന്ദമന്ദം പരമാശ്രമ സന്നിധൗ ചെന്നു നിന്നോരു നേരത്തു കാണായിതു സുന്ദരം രാമചന്ദ്രം പരമാനന്ദമന്ദിരമിന്ദ്രാദി വൃന്ദാരക വന്ദിതം ഇന്ദിരാമന്ദിരോരസ്ഥലമിന്ദ്രാവരജമിന്ദിവരലോചനം ദുർവാദളനിഭശ്യാമളം കോമളം പൂർവജം നീലനളീനദളേക്ഷണം രാമം ജടാമകൂടം വൽക്കലാംബരം സോമബിംബാഭ പ്രസന്നവക്ത്രാംബുജം ഉദ്യത്തരുണാരുണായുധശോഭിതം വിദ്യുത്സമാംഗിയാം ജാനകീയായോരു വിദ്യയുമായി വിനോദിച്ചിരിക്കുന്നോരു വിദ്യോതമാനമാത്മാനമവ്യാകുലം വക്ഷസി ശ്രീവത്സലക്ഷ്മണമവ്യയം ലക്ഷ്മീനിവാസം ജഗന്മയമച്യുതം ലക്ഷ്മണസേവിതപാദ പങ്കേരുഹം ലക്ഷ്മണലക്ഷ്യസ്വരൂപം പുരാതനം ദക്ഷാരിസേവിതം പക്ഷീന്ദ്രവാഹനം രക്ഷോവിനാശനം രക്ഷോവിചക്ഷണം ചക്ഷുശ്രവണപ്രവരപല്യംഗകം കുക്ഷിസ്ഥിതാനേകപത്മജാണ്ഡം പരം കാരുണ്യപൂർണം ദശാരഥനന്ദനമാരണ്യ വാസരസികം മനോഹരം. ദുഃഖവും പ്രീതിയും ഭക്തിയും ഉൾക്കൊണ്ടു തൃക്കാൽക്കൽ വീണു നമസ്കരിച്ചിടിനാൻ. രാമൻ അവനെയും ശത്രുഘ്നനെയുമാമോദാലെടുത്തു നിവർത്തിച്ച സംഭ്രമം ദീർഘബാഹുക്കളാലിംഗനം ചെയ്തു ദീർഘനിശ്വാസവും അന്യോന്യമുൾക്കൊണ്ടു ദീർഘനേത്രങ്ങളിൽ നിന്നു ബാഷ്പോദകം ദീർഘകാലം വാർത്തു സോദരന്മാരെയും ഉത്സംഗസീമനി ചേർത്തു പുനരഭി വത്സങ്ങളുമണച്ചാനന്ദപൂർവകം. സത്സംഗമേറെയുള്ളൊരു സൗമിത്രിയും തത്സമയേ ഭരതാംഘ്രികൾ കൂപ്പിനാർ. ശത്രുഘ്നനും അതിഭക്തി കലർന്നു സൗമിത്രിതൻ പാദാംബുജങ്ങൾ കൂപ്പിടിനാൻ. ഉഗ്രതൃഷ്ടാർത്ഥമാരായ പശുകുലമഗ്രേ ജലാശയം കണ്ട പോലെ തഥാ വേഗേന സന്നിധൗ ചെന്നാശു കണ്ടിതു രാഘവൻ തൻ തിരുമേനി മനോധൃതം. രോദനം ചെയ്യുന്ന മാതാവിനെ കണ്ടു
പാദങ്ങളിൽ നമിച്ചാൻ രഘുനാഥനും. എത്രയുമാർത്തി കൈകൊണ്ടു കൗസല്യയും പുത്രനു ബാഷ്പധാരാഭിഷേകം ചെയ്തു. ഗാഠമാശ്ലിഷ്യ ശിരസി മുകർന്നുടനൂടമോദം മുലയും ചുരന്നു തഥാ. അന്യമാരായുള്ള മാതൃജനത്തെയും പിന്നെ നമസ്കരിച്ചിടിനാനാദരാൽ. ലക്ഷ്മണൻ താനുമവണ്ണം വണങ്ങിനാൻ ലക്ഷ്മീ സമയായ ജാനകീദേവിയും. ഗാഠമാശ്ലിഷ്യ കൗസല്യാദികൾ സമാരൂഢഖേദം തുടച്ചിടിനാൻ കണ്ണുനീർ. തത്ര സമാഗതം ദൃഷ്ട്വാ ഗുരുവരം ഭക്ത്യാവസിഷ്ഠം സാഷ്ടാംഗമാറുടൻ. നത്വാ രഘുത്തമനാശു ചൊല്ലിയിടിനാൻ എത്രയും ഭാഗ്യവാൻ ഞാനെന്നു നിർണയം. താതനു സൗഖ്യമല്ലീ നിജമാനസേ, ഖേദമുണ്ടോ പുനരെന്നെ പിരികയാൽ. എന്തൊന്നു ചൊന്നതെന്നോടു ചൊല്ലിയിടുവാൻ എന്തു സൗമിത്രിയെ കൊണ്ടു പറഞ്ഞതും. രാമവാക്യം കേട്ടു ചൊന്നാൻ വസിഷ്ഠനും. ധീമതാം ശ്രേഷ്ഠ തതോദന്തമാശുകൾ. നിന്നെ പിരിഞ്ഞതു തന്നെ നിരൂപിച്ചു മന്നവൻ പിന്നെയും പിന്നെയും ദുഃഖിച്ചു. രാമരാമേതി സീതേതി കുമാരേതി രാമേതി ലക്ഷ്മണേതി പ്രലാപം ചെയ്തു. ദേവലോകം ചെന്നു പൂക്കാനറിക നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. ദേവലോകം ചെന്നു പൂക്കാനറിക നീ. ദേവഭോഗേന സുഖിച്ചു സന്തുഷ്ടനായി. കർണശൂലാഭം ഗുരുവചനം സമാകർണ്യ രഘുവരൻ വീണിതു ഭൂമിയിൽ. തൽക്ഷണം ഉച്ചൈർ വിലപിച്ചിതേറ്റവും ലക്ഷ്മണനോടു ജനനീ ജനങ്ങളും. ദുഃഖമാലോക്യ മറ്റുള്ള ജനങ്ങളുമൊക്കെ വാവിട്ടു കരഞ്ഞു തുടങ്ങിനാർ. ഹാ താതമാം പരിത്യജ്യ വിധിവശാലേതൊരു ദിക്കിന്നു പോയതയ്യോ ഭവാൻ. ഹഹാ ഹതോഹമനോസ്താസ്മി മാമിനി സ്നേഹേന ലാളിപ്പതാരനുവസരം. ദേഹമിനി ത്യജിച്ചിടുന്നതുണ്ടു ഞാൻ, മോഹമെനിക്കിനിയില്ല ജീവിക്കയിൽ. സീതയും സൗമിത്രി താനും അവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവർ ഉൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിൽ ഇറങ്ങിക്കുളിച്ചവർ മന്ദേതരം ഉദകക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹിതേങ്കുതീ സൽഫല പിണ്യാഗനിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. യാതൊരന്നം താൻ ഭുജിക്കുന്നതും അതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തഥ. സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. സീതയും സൗമിത്രി താനുമവണ്ണമേ രോദനം ചെയ്തു വീണിടിനാർ ഭൂതലേ. തദ്ദശായാം വസിഷ്ഠോക്തികൾ കേട്ടവരുൾത്താപമൊട്ടു ചുരുക്കി മരുവിനാർ. മന്ദാകിനിയിലിറങ്ങിക്കുളിച്ചവർ മന്ദേതരമുദകക്രിയയും ചെയ്താർ. പിണ്ടം മധുസഹിതേങ്കുതി സൽഫല പിണ്യാഗനിർമ്മിതാന്നം കൊണ്ടുവച്ചിതു. പിന്നെയൊരന്നം താൻ ഭുജിക്കുന്നതു സാദരം നൽക പിതൃക്കൾക്കുമെന്നല്ലോ വേദസ്മൃതികൾ വിധിച്ചതെന്നോർത്തതി. ഖേദേന പിണ്ടദാനാനന്തരം തഥാ സ്നാനം കഴിച്ചു പുണ്യാഹവും ചെയ്തത്. സ്നാനാദനന്തരം പ്രാപിച്ചിതാശ്രമം. അന്നുപവാസവും ചെയ്തിതെല്ലാവരും വന്നുദിച്ചിടിനാനാദിത്യ ദേവനും. മന്ദാകിനിയിൽ കുളിച്ചൂത്തു സന്ധ്യയും വന്നിച്ചു പോന്നാശ്രമേ വസിച്ചിടിനാർ. അടുത്ത ഭാഗത്തിൽ ഭരത രാഘവ സംവാദമാണ്. ശ്രീമൽപൂർവം രാമതപോവന നിഗമനം ഹത്വാമൃതം കാഞ്ചനം വൈദേഹീഹരണം ജടായുമരണം സുഗ്രീവ സംഭാഷണം ബാലീനിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദ്ദനം പശ്ചാത് രാവണ കുംഭകർണവധനം ഏതദ്യ രാമായണം വഴിയിലൊരു പിഴയും ഉപരോധവുമെന്നിയേ വായുസുത പോക നല്ലവണ്ണം ധ്രുവം കല്യാണശീലതവ നല്ല കഥാവിലാസം വല്ലാതെ ചൊല്ലി മമ ബാല്യത കൊണ്ടിധാനീം
എല്ലാം പുറത്തു മമ സങ്കടമാശു തീർപ്പാൻ ശ്രീ വില്വാദ്രിനാഥ കരുണാകര രാമചന്ദ്ര രാമായ രാമഭദ്രായ സീതായ പതേ നമഃ.